നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ജൂൺ അവസാനത്തോടെ തന്നെ തുടങ്ങിയേക്കും. ഇനി പൂർത്തിയാക്കാനുള്ളത് 100 മീറ്റർ ബർത്തിന്റെ നിർമ്മാണമാണ്. നമുക്കറിയാം, തലസ്ഥാനത്തിന്റെ തലവര തന്നെ മാറ്റാൻ പോകുന്ന ഒരു നിർമ്മാണമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. ഇതോടുകൂടി വലിയ രീതിയിൽ അത് തലസ്ഥാന നഗരിക്കും അതുപോലെ തന്നെ കേരളത്തിനും സർക്കാരിനുമെല്ലാം ഒരുപാട് ഗുണമാണ് അത് ചെയ്യാൻ പോകുന്നത്. ഏതായാലും തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രെയിനുകളെല്ലാം തന്നെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. വലിയ തടസ്സമായി നിന്ന ചുറ്റുമതിൽ നിർമ്മാണം അടക്കം പൂർത്തിയാക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കുരിശടി നിൽക്കുന്ന സ്ഥലത്തെ തർക്കം താൽക്കാലികമായി പരിഹരിച്ചാണ് മതിലടക്കം കെട്ടിയത്. ഏകദേശം 2965 മീറ്റർ പുലിമൂട്ട് മതിയെങ്കിലും 3005 മീറ്റർ ഇതിനോടകം പണിതു. അവശേഷിക്കുന്നത് 800 മീറ്റർ വേണ്ട ബർത്തിന്റെ 100 മീറ്റർ നിർമ്മാണം മാത്രമാണ്. തുറമുഖ പ്രവർത്തനത്തിന് ആവശ്യമായ 31 ക്രെയിനുകൾ എത്തിച്ചു. അവസാന ക്രെയിൻ ജൂലൈയിലെത്തും. ട്രയൽ റൺ തുടങ്ങാൻ 28 ക്രെയിൻ മതി. ഏതായാലും തലസ്ഥാന നഗരത്തിന് വൻ വികസനം സാധ്യമാക്കുന്ന കൂടുതൽ പദ്ധതികളുമായി അദാനി ഗ്രൂപ്പ് കേരളത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ രംഗത്ത് ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ വൻ നഗരങ്ങളിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണെന്നാണ് റിപ്പോർട്ട്. വിമാനത്താവളങ്ങൾക്ക് സമീപത്തായി ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ, മൾട്ടിപ്ലക്സ് തുടങ്ങിയവ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ, ലക്നൌ, അഹമ്മദാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളാണ് പുതിയ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് 2 ഏക്കർ ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഒരു ധനകാര്യ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈയിൽ 160 ഏക്കർ, ലക്നൌവിൽ 100 ഏക്കർ, നവി മുംബൈയിൽ 200 ഏക്കർ, ജയ്പൂരിൽ 17 ഏക്കർ എന്നിങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്. ഇതിനൊപ്പം നിലവിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളുടെ വികസനത്തിനായി അടുത്ത് തന്നെ വമ്പിച്ച മൂലധന നിക്ഷേപങ്ങൾ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അടുത്ത് 5 മുതൽ 10 വർഷങ്ങൾക്കിടയിലാവും ഇതുണ്ടാവുക. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. വിമാനത്താവളങ്ങൾക്ക് സമീപം റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് തദ്ദേശീയർ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്യും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനലിന് സമീപം പഞ്ചനക്ഷത്ര ഹോട്ടലും എയർ ട്രാഫിക് കൺട്രോൾ ടവറും നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. 240 മുറികളുള്ളതാവും ഹോട്ടലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ കേരളത്തിലെ ഒരു വിമാനത്താവളത്തിനടുത്തും ഇത്തരം എലൈറ്റ് ഹോട്ടലുകളില്ല. പൈലറ്റുമാർ, എയർ ഹോസ്റ്റസുമാർക്കും ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് അകലെയുള്ള ഹോട്ടലുകളിലാണ് താമസം. ഇവർക്ക് വിമാനത്താവളത്തിനടുത്ത് തന്നെ താമസിക്കാൻ കഴിയുന്നതിനാൽ സമയനഷ്ടം കുറയ്ക്കാനാവും. ഗതാഗത കുരുക്കും മറ്റും മൂലം ഇപ്പോൾ ഇവരെ താമസിപ്പിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് യഥാസമയം വിമാനത്താവളത്തിൽ തിരികെ എത്തിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. വിമാനത്താവളത്തിനോട് ചേർന്നുള്ള എലൈറ്റ് ഹോട്ടൽ വിദേശികൾക്കും പ്രയോജനകരമാകും. ഹോട്ടൽ സമുച്ചയം വരുന്നതോടെ തലസ്ഥാനത്തിന് മൊത്തത്തിലുള്ള വികസനം സാധ്യമാക്കുന്നതിനൊപ്പം തൊഴിലവസരങ്ങളും ലഭ്യമാകും. വിഴിഞ്ഞം തുറമുഖം തന്നെ തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. അതിവേഗം നടക്കുന്ന ദേശീയപാത നവീകരണം കൂടി പൂർത്തിയാകുന്നതോടെ തലസ്ഥാന വികസനത്തിന് കൂടുതൽ വേഗത കൈവരിക്കും. കൊച്ചിയുടെ മാതൃകയിൽ തലസ്ഥാനത്ത് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കുന്നതും സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.